السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد فيكم الشهر فليصم ومن كان منكم مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധമായ റമളാനു ശരീഫിന്റെ ആഗമനത്തോടുകൂടെ വിശുദ്ധ മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് കുളിർമയ വർഷിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ മലർക്കെ തുറക്കുകയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ ഈ പരിശുദ്ധമായ നാളുകൾ കാരണമാകുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. തുടക്കത്തിൽ തന്നെ പറയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ പരിശുദ്ധമായ അയിമ്മത്ത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ച ചില ഭാഗങ്ങൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. തഫ്സീർ ഖുർത്തുബിയിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട്, മറ്റുള്ള തഫ്സീറുകളിലൊക്കെ കാണുന്നുണ്ട്. മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ് ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ആദ്യത്തെ രാത്രി ഒരാൾ സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ, ചില റിപ്പോർട്ടിലുള്ളത് ഫീ സ്വലാത്തി തതവ്വുഇ എന്നും കാണാം. സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ ഹഫിളഹുല്ലാഹു ദാലിക്കൽ ആം, ആ വർഷം മുഴുവനും അല്ലാഹു തആല ഹിഫ്ള് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഖസീനത്തുൽ അസ്റാർ പോലെയുള്ള കിതാബിൽ ഈ സംഭവത്തിനെ ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് 10 പ്രാവശ്യം ഈ സൂറത്തുൽ ഫത്ഹിന് ശേഷം ഇന്നാ അൻസൽനാഹു എന്ന ഖദർ സൂറത്തും 10 പ്രാവശ്യം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും ചെല്ലണം എന്നാണ് ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. വല്ലാത്ത അനുഭൂതി സൃഷ്ടിക്കുന്ന ഒരു മാസമാണ്. ഈ മാസം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വഅദ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല തൊട്ട് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ സൽമാന ഖാല ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറഞ്ഞു, ഖുത്ബയോതി ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാനത്തെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് ഖുത്ബ ഓതി. എന്നിട്ട് ഫഖാല, മുത്തനബി തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് അളല്ലക്കും ശഹ്റുൻ അളീമുൻ, നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, ഖദ് അളല്ലക്കും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്, ശഹ്റുൻ അളീമുൻ, ഭയങ്കരമായ ഒരു മാസം, വല്ലാത്തൊരു മാസം, ഷഹ്റുൻ മുബാറക്കുൻ, ബറക്കത്താക്കപ്പെട്ടതായ മാസം.
ഫീഹി ലൈലത്തുൻ, അതിലൊരു രാത്രിയുണ്ട്, ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാൾ ഖൈറുള്ളതായ ഒരു ദിവസം അന്നുണ്ട്, രാത്രിയുണ്ട്. ഖദ് ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൽ നോമ്പ് അല്ലാഹു തആല ഫർളാക്കിയിട്ടുണ്ട്. വഖിയാമു ലൈലിഹി തതവ്വുഅ, ആ പരിശുദ്ധമായ മാസത്തിന്റെ രാത്രികളിൽ നിസ്കാരത്തെ അല്ലാഹു തആല സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ട്. മൻ തഖറബ ഫീഹി ബിഖസ്റത്തിൻ മിനൽ ഖൈർ, വല്ലവരുത്തനും ഒരു ഖൈറായ കാര്യം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ, കാന കമൻ അദ്ദാ ഫരീള ഫീമാ സിവാഹു, അതല്ലാത്ത പരിശുദ്ധമായ റമളാൻ അല്ലാത്ത മാസത്തിൽ ഫർള് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നത് പോലെയാ, ഫർള് വീട്ടുന്നത് പോലെയാ. വമൻ അദ്ദാ ഫീഹി ഫരീള, വല്ല ഫർളും അല്ലാഹുവിനിക്ക് ആ മാസത്തിൽ അങ്ങ് വീട്ടിയാൽ, കാന കമൻ അദ്ദാ 70 ഫരീള ഫീമാ സിവാഹു, അതല്ലാത്ത മാസത്തിൽ 70 ഫർള് വീട്ടുന്നത് പോലെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാ, വഹുവ ശഹ്റുസ് സബ്ർ, അത് ക്ഷമയുടെ മാസമാ, പട്ടിണി കടന്നുകൊണ്ട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന മാസമാ. ശഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമാ. വസ്സബ്റു തവാബുഹു അൽ ജന്ന, സബ്റിനുള്ള കൂലി സ്വർഗമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശഹ്റുൽ മുവാസാത്ത്, കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്തു കൂടേണ്ടുന്ന മാസമാ. വശഹ്റുൻ യുസ്ദാദു ഫീഹി റിസ്ഖ്, റിസ്ഖിന് അല്ലാഹു തആല റിസ്ഖ് എന്ന് പറഞ്ഞതിനിക്ക് ഖൈർ എന്നാണ് പല മുഫസ്സിരീങ്ങളും ഉദ്ധരിച്ചിട്ടുള്ളത്. ഖൈർ വർദ്ധിപ്പിക്കുന്ന മാസമാ, അല്ലാഹു തആല ഖൈർ വർദ്ധിപ്പിക്കുന്ന മാസമാ. മൻ ഫത്തറ ഫീഹി സ്വായിമാ, വല്ലവരുത്തനും ആ മാസത്തിൽ, ഇത് എപ്പോഴാ പറയുന്നതെന്നറിയോ? റമളാൻ ശരീഫ് വരുന്നതിന്റെ ദിവസം അവസാനത്തെ ശഅബാനിന്റെ അവസാനത്തെ ദിവസം മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ സ്വഹാബത്തിനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന വഅലാണ് എന്ന് പരിശുദ്ധമായ അയിമ്മത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മൻ ഫത്തറ ഫീഹി സ്വായിമൻ, വല്ല നോമ്പുകാരനിക്കും നോമ്പ് തുറക്കാനുള്ള വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ, മൻ ഫത്തറ ഫീഹി സ്വായിമ, ആ മാസത്തിൽ വല്ലവരുത്തിനെയും നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മഗ്ഫിറത്തുൽ ലിദുനൂബിഹി, അത് അവനിക്കുള്ള ദോഷം പൊറുക്കലിനുള്ള മാർഗമാണ്. വഅ്തുഖു റഖബത്തിൻ മിനന്നാർ, നരകത്തിനെ തൊട്ട് അവന്റെ പെരടിയെ വഅ്തുഖു റഖബത്തിൻ മിനന്നാർ, അവന്റെ പെരടിയെ അവൻ മോചിപ്പിക്കുകയും ചെയ്യുന്നതാ. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈആ, ആരുടെ നോമ്പാണോ ആരെയാണോ ഇവൻ നോമ്പ് തുറപ്പിച്ചത്, ആ നോമ്പ് അവന്റെ നോമ്പ് പോലെയുള്ള ഒരു നോമ്പിന്റെ സവാബ് നോമ്പ് തുറപ്പിച്ചവനിക്കും കിട്ടും. അവനിക്ക് അവന്റെ സവാബിൽ നിന്ന് നോമ്പുകാരന്റെ സവാബിൽ നിന്ന് ഒരു അളവ് കുറയാതെ കണ്ടിവനിക്ക് കിട്ടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിക്കയാ, അന്ന് ഇന്നത്തെ പോലെ സമ്പുഷ്ടമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഇല്ലാത്ത ഒരു നാടായതുകൊണ്ടും ഒരു സമയമായതുകൊണ്ടും സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ കയ്യിൽ നോമ്പ് തുറപ്പിക്കാനുള്ളതായ ഒന്നുമില്ലല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യുഅത്തില്ലാഹു ഹാദ സവാബ്, ഈ കൂലി അല്ലാഹു തആല കൊടുക്കുന്നതാ. മൻ ഫത്തറ സ്വായിമൻ അലാ മദ്ഖത്തി ലബനിൻ ഔ തംറത്തിൻ ഔ ശർബത്തി മാഇൻ, ഒരു പാൽക്കട്ടിയുടെ കഷ്ണം കൊണ്ടോ, അതല്ലെങ്കിൽ ഒരു കാരക്കന്റെ കഷ്ണം കൊണ്ടോ, അതല്ലെങ്കിൽ ഒരറക്ക് വെള്ളം കൊടുത്തിട്ടാണെങ്കിലും ശരി, വല്ലവരുത്തനും നോമ്പ് തുറപ്പിച്ചാലും അവനിക്കും ഈ കൂലി കിട്ടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, വമൻ അസ്ബഅ സ്വായിമ, അപ്പം വയറ് നിറച്ചും കൊടുത്തവന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടി മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക. വമൻ അസ്ബഅ സ്വായിമ, വല്ലവരുത്തനിക്കും നോമ്പുകാരനായ ഒരുത്തനിക്ക് വയറ് നിറയെ കൊടുത്താൽ, വയറ് നിറപ്പിച്ചാൽ, സഖാഹുല്ലാഹു മിൻ ഹൗലി, ആ കൊടുത്തവനിക്ക് അല്ലാഹു തആല എന്റെ ഹൗലിൽ നിന്ന് കുടിപ്പിക്കും. സഖാഹുല്ലാഹു മിൻ ഹൗലി, എന്റെ ഹൗലിൽ നിന്ന് കുടിപ്പിക്കും. ശർബഹ്, ഒരു കുടിപ്പിക്കൽ, ലാ യൽമഉ ബഅദഹാ അബദാ, അതിനുശേഷം ഒരിക്കലും ദാഹം എന്നുള്ള സംഭവം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹത്താ യദ്ഖുലൽ ജന്ന,
സ്വർഗം കടക്കുന്നത് വരെ അവനിക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവൂല. വഹുവ ഷഹ്റുൻ, ഇതൊരു മാസമാ. അവ്വലുഹു റഹ്മ, ഇതിന്റെ അവ്വല് റഹ്മത്താണ്. വഔസതുഹു മഗ്ഫിറ, ഇതിന്റെ ഔസത്ത് മഗ്ഫിറത്താണ്. വആഖിറുഹു ഇത്ഖും മിനന്നാർ, ഇതിന്റെ അവസാനത്തിൽ കോടാനുകോടി ജനങ്ങൾ അല്ലാഹു തആല നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിശുദ്ധമായ ഒരു മാസമായതുകൊണ്ട് ഒരുപാട് കൂലികൾ കിട്ടുന്നതുകൊണ്ട് സുന്നത്തായ ഒരു കർമ്മം ചെയ്താൽ 70 സുന്നത്തായ ഒരു കർമ്മം ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലിയും, ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെ കൂലിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിലേക്ക് വലിയ സവാബും വലിയ ഫളലുമുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ പറഞ്ഞതിന് ശേഷം സ്വഹാബത്തിനോട് പറയുന്ന വല്ലാത്തൊരു വാക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പരിശുദ്ധമായ മാസമായതുകൊണ്ട് ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഅ ഖിസാലിൻ, 4 കാര്യങ്ങളെ നിങ്ങൾ അധികരിപ്പിക്കണം. ഈ മാസമായതുകൊണ്ട്, മാസം ഇങ്ങനത്തതാ, അതുകൊണ്ട് നിങ്ങൾ 4 കാര്യങ്ങളെ അധികരിപ്പിക്കണം. ഖസ്ലത്തൈനി, 2 കാര്യങ്ങൾ, തർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ആ 2 എണ്ണം നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. വഖസ്ലത്തൈനി, വേറെ 2 കാര്യമുണ്ട്, ലാ ഗിനാ ലക്കും അൻഹുമാ, ആ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാ. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങളും നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പറയാ, അമ്മൽ ഖസ്ലതാനില്ലതാനി തർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യം ഏതാണ് എന്നറിയുമോ? അത് ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു, അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഷഹാദത്ത്, അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല അല്ലാത്ത മറ്റൊരുത്തനും ഇബാദത്തിന് അർഹനല്ല എന്ന് പറയുന്ന ഷഹാദത്ത് കലിമയാണ്. അതാണ് നാം സാധാരണ ചെല്ലാറുള്ളത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. വതസ്തഗ്ഫിറൂനഹു, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കലുമാണ്. ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ ചോദിക്കുക. അതാണ് നമ്മൾ പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കഴിഞ്ഞ ഉടനെ പറയും അസ്തഗ്ഫിറുല്ലാഹ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഅമ്മല്ലതാനി ലാ ഗിനാ ലക്കും അൻഹുമാ, വേറെയും 2 കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. ഏതാ 2 കാര്യമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫതസ്അലൂനല്ലാഹൽ ജന്ന വതഊദൂന ബിഹി മിനന്നാർ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കണം, നരകത്തിനെ തൊട്ട് കാവലും ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തെ ധന്യമാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നഹു ഇദാ കാന അവ്വലത്തുൽ റമളാനിന്റെ ആദ്യത്തെ രാത്രി എങ്ങായി കഴിഞ്ഞാൽ യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, മൻ ദല്ലദീ യുഹിബ്ബുനാ ഫനുഹിബ്ബുഹു, ആരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾ, അവരെ നമ്മളും ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളെ അള്ളാഹു തിരിച്ചിങ്ങോട്ടേക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നവർ, അവരെ നമ്മളും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ദിവസം, പരിശുദ്ധമായ മാസം, ഈ മാസം കടന്നു വന്നിട്ട് ഈ അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർ ആരാണോ അവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, തേടുന്നുണ്ട്. ആരാ നമ്മളോട് പൊറുക്കലിന് ചോദിക്കുന്നത്? ഫനഗ്ഫിറു ലഹു, അവർക്ക് നാം പുറത്തു കൊടുക്കുന്നുണ്ട്. ബിഹുറുമത്തി റമളാൻ, റമളാനിന്റെ പവിത്രത കൊണ്ട്, റമളാനിന്റെ ബഹുമാനം കൊണ്ട്. ഫയഉമുറുല്ലാഹു തആല അൽ കിറാമൽ കാതിബീന ഫീ ശഹ്രി റമളാൻ ബിഅൻ യക്തുബൂ ലഹുൽ ഹസനാത്ത്, കിറാമുൻ കാത്തിബീങ്ങളായ എഴുത്തുകാരായിരിക്കുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു അങ്ങോട്ടേക്കും ഇഷ്ടപ്പെടുന്ന മലക്കുകളോട് അള്ളാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നുണ്ട്, ബിഅൻ യക്തുബൂ ലഹും, ഇങ്ങനെയുള്ള ആളുകൾക്ക് എഴുതണം അൽ ഹസനാത്ത് വലാ യക്തുബൂന അലൈഹിമുസ് സയ്യിആത്ത്, അവർക്ക് തിന്മകൾ എഴുതണ്ട, അവിടെ തിന്മകൾ കുറിച്ചു വെക്കണ്ട. വയംഹുല്ലാഹു തആല അൻഹും ദുനൂബഹുൽ മാളിയ, ഇങ്ങനെയുള്ള ആളുകളുടെ നന്മകൾ ഇങ്ങനെ കൂമ്പാരമായി എഴുതി വെക്കാനും
കഴിഞ്ഞുപോയ തിന്മകളൊക്കെ അവർക്ക് പുറത്തു കൊടുക്കാനും അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ല പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനു ശരീഫ്, ആ റമളാനു ശരീഫ് നമുക്ക് അനുഗുണമാവണം. നാളെ അത് കാര്യത്തിൽപ്പെട്ടാൽ മാത്രമേ അള്ളാഹുവിന്റെ കോടതിയിൽ പരിശുദ്ധമായ റമളാനു ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ വലിയ ഖേദത്തിലും വേദനയിലുമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശഫാഅത്ത് പോലും തടയുന്ന ഒരു അവസ്ഥ റമളാനു ശരീഫ് നമുക്ക് കേടായാൽ ഉണ്ടാകും. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി തങ്ങൾ ശഫാഅത്ത് പറയാൻ വേണ്ടി വരികയാണെങ്കിൽ ആ ശഫാഅത്ത് തടയാൻ പോലും ഈ റമളാനു ശരീഫ് കേടായാൽ ഉണ്ടാകും, അത് തടയപ്പെടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു പരിശുദ്ധമായ സംഭവം കാണാം. അന്നഹു യുഅ്താ യൗമൽ ഖിയാമ, ഖിയാമ നാൾ ദിവസത്തിൽ കൊണ്ടുവരപ്പെടും ബിഅബ്ദിൻ, ഒരാളെ, വൽ മലായികതു യദ്രിബൂനഹു, മലക്കുകൾ ആ മനുഷ്യനെ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്, വല്ലാതെ ഇടങ്ങേറാക്കി കൊണ്ടുവരിക. ഫയതഅല്ലഖു ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞു നിർത്തും. മുത്തനബി തങ്ങൾ ചോദിക്കും, ഫയഖൂലു മാദാ ദംബുഹു, എന്താണ് ഇവന്റെ പ്രശ്നം, എന്താണ് ഇവന്റെ പ്രശ്നം, ഇവനെ ഇങ്ങനെ അടിക്കാൻ, ഇങ്ങനെ പ്രയാസപ്പെടുത്താൻ, ഇങ്ങനെ വിഷമിപ്പിക്കാൻ, ഇങ്ങനെ ഇടങ്ങേറാക്കാൻ എന്താ കാരണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും. അന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കൊണ്ടുവരുന്ന മലക്കുകൾ മറുപടി പറയുന്നത്, അദറക ശഹ്റു റമളാൻ ഫഅസല്ലാഹു തആല, ഷഹ്റു റമളാൻ വന്നിട്ട് അള്ളാഹുവിനിക്ക് മാറ് കാണിക്കാണ് ഇവൻ ചെയ്തത്, ഇവൻ അതിനനുസരിച്ചില്ല, അതിനെ ബഹുമാനിച്ചില്ല. അന്നേരം എന്നിട്ട് ആ പരിശുദ്ധമായ മാസം വന്നിട്ട് അത് ചെയ്തില്ല ഇവൻ. ഫയുരീദുൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേരത്ത് എന്റെ ഉമ്മത്താണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനും ഒന്ന് രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യനിക്ക് ശഫാഅത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കും. ഫയുരീദുൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യശ്ഫഅ ഫീഹി, അവനിക്ക് ശഫാഅത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോ ഫയുഖാലു, പറയപ്പെടും, യാ മുഹമ്മദ് നബിയെ, അന്ന ഖസമഹു റമളാൻ, അദ്ദേഹത്തിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് റമളാനു ശരീഫാണ് എന്നുള്ള സംഭവം അറിയില്ലേ? അദ്ദേഹത്തിന്റെ പ്രതിക്കൂട്ടിലുള്ളത് റമളാനു ശരീഫാ. ആ റമളാനു ശരീഫ് ഇവനെ പ്രതിയാക്കിയിട്ട് ഇവനിക്കെതിരെ സാക്ഷി പറയുമ്പോ അവനിക്കാണോ നബിയെ നിങ്ങൾ ശഫാഅത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ വിളിച്ചു പറയുമ്പോ ഫയഖൂലു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന ബരീഉൻ മിമ്മൻ ഖസമഹു റമളാൻ, റമളാൻ ആർക്കെതിരെ തർക്കിക്കുന്നുണ്ടോ അവനെ തൊട്ട് ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയുള്ളവരെ തൊട്ട് മാറി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ബഹുമാനിച്ചതിനെയും ആദരിച്ചതിനെയും ബഹുമാനിക്കലും ആദരിക്കലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ മർമ്മമായ ലക്ഷ്യമാ. അതില്ലാതെയായി പോകരുത്. കാഫിറായ മജൂസിയായ മനുഷ്യന്മാർ അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല ആദരിച്ചു ബഹുമാനിച്ചു എന്നുള്ള കാരണം കൊണ്ട്, ഈ പരിശുദ്ധമായ ദിവസത്തിനെ ആദരിച്ചു ബഹുമാനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മജൂസിയായ മനുഷ്യൻ വഫാത്താകുന്ന നേരത്ത് കലിമ ചൊല്ലിയിട്ടാണ് മരിച്ചത് എന്നും അവനിക്ക് സ്വർഗമുണ്ട് എന്നും അല്ലാഹു ആദരിച്ചവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനമായി സംഖ്യത്തെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഓർക്കണം, നാം അല്ലാഹു ആദരിച്ചതിനെയും അല്ലാഹു ബഹുമാനിച്ചതിനെയും നാം ആദരിച്ച് ബഹുമാനിച്ച് വേണ്ടുന്ന രീതിയിൽ അതിന്റെ ഹുർമത്ത് മാനിച്ചു കൊള്ളണം. അല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടത്തിനെ തൊട്ട് നാം മാറ്റി നിർത്തപ്പെടും. മഹാനായ അബുൽ ലൈസ് സമർഖന്ദി തങ്ങൾ പരിശുദ്ധമായ അവിടത്തെ കിതാബിൽ തംബീഹുൽ ഗാഫിരീനിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാമൊക്കെ സുപരിചിതമായി കേട്ട്
കേട്ട സംഭവമാണെങ്കിലും ബഹുമാനപ്പെട്ട ഇമ്മത്തി കിതാബിൽ ഉദ്ധരിച്ചതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മദീനയുടെ മിമ്പറയിൽ കയറുന്ന നേരത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ദുആ ചെയ്യുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പടി ചവിട്ടുമ്പോഴും ആമീൻ പറയുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ആ ആമീൻ കഴിഞ്ഞ് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട് മുത്തുനബിയോട്, നബിയെ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സംഭവം കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നോട് 1ാമത്തെ പടി ചവിട്ടുന്ന നേരത്ത് എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ, അങ്ങയുടെ ഷറഫാക്കപ്പെട്ട പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു കൊടുക്കാണ്, മറ്റൊരു ദുആ പറഞ്ഞു കൊടുക്കാണ്. പരിശുദ്ധമായ അള്ളാഹു ആദരിച്ചതും ബഹുമാനിച്ചതുമായ പരിശുദ്ധമായ റമളാനു ശരീഫ് വന്നിട്ട് അതിന്റെ ഹുർമത്ത് മാനിക്കാതെ കണ്ട്, അതിനെ ബഹുമാനിക്കാതെ, അതിന് വേണ്ടുന്ന താലീം കൊടുക്കാതെ കണ്ട് തഹ്ഖീറാക്കി നിന്ദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാ. 3ാമത്തെ ദുആവും പറഞ്ഞു കൊടുക്കാം. മാതാപിതാക്കളുടെ കുരുത്തം കിട്ടാതെ, മാതാപിതാക്കളുടെ പൊരുത്തക്കേടിന് വിധേയമായവനിക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അയിമ്മത്ത് പറയുന്നുണ്ട്, ദുആ ചെയ്തതാവട്ടെ പരിശുദ്ധമായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഈ ദുആ സ്വീകരിക്കണേ എന്ന് ശഫാഅത്ത് പറയുന്നത്, ഇതിന് ആമീൻ പറയുന്നത് ലോകത്തിന്റെ എല്ലാ സൃഷ്ടിപ്പിനും കാരണക്കാരായ എല്ലാത്തിന്റെയും സബബിന്റെ ഒന്നാമത്തെ വലിയ കടമായ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളാ. അള്ളാഹുവിന്റെ ഹബീബ് ഈ ദുആ എനിക്ക് ആമീൻ പറയുന്നത് പരിശുദ്ധമായ മദീനയുടെ മിമ്പറിൽ വെച്ച്, മദീനയുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ആമീൻ പറയുമ്പോ ദുആ ചെയ്യുന്നത് മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടും സ്വർഗത്തിലുള്ള സ്ഥലമാ. മിമ്പറ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ റൗള ഷരീഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ജസദ് നിൽക്കുന്ന സ്ഥലവും ഈ മിമ്പറയും അടങ്ങുന്നതാണ് പരിശുദ്ധമായ റൗളത്തും മിർ റിയാദിൽ ജന്ന എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അത് ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങളുടെ വീട് ആയിഷാ ബീവിയുടെ വീട് വരെയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നതിന്റെ അപ്പുറത്തെ ചുമര് വരെ. ഈ മദീനത്തെ മിമ്പറിന്റെ ഇപ്പുറത്തെ ഭാഗം മുതൽ മദീനത്തെ അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നതിന്റെ അപ്പുറത്തെ ചുമര് വരെയാണ് റൗളത്തും മിർ റിയാദിൽ ജന്ന മാ ബൈന ബൈതി വ മിമ്പരി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ആമീൻ പറയുന്നത് സ്വർഗത്തിൽ വെച്ചുകൊണ്ടൊരു ദുആ ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ നടക്കുക തന്നെ ചെയ്യും, സാധാരണക്കാര് തന്നെ നടത്തിയാൽ. പിന്നെയല്ലേ എല്ലാത്തിനും സബബിന്റെ മേൽ സബബായ അള്ളാഹുവിന്റെ ഹബീബ് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന മുത്തുനബി തങ്ങളാണ് ഇവിടെ ശഫാഅത്ത് പറഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു വരുന്നത്. ദുആ ചെയ്യുന്നതാവട്ടെ സയ്യിദുനാ ജിബ്രീലും അലൈഹിമുസ്സലാത്തു വസ്സലാം. അവര് ദുആ ചെയ്തതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് ഫലിക്കും. അതുകൊണ്ട് റമളാനു ശരീഫ് നമ്മിലേക്ക് വന്നിട്ട് ആ റമളാനു ശരീഫിനെ നാം ആദരിക്കാതെ അതിനെ തള്ളിപ്പറയുന്നവരവസ്ഥ ഉണ്ടാവരുത്. നാം ക്ഷമിക്കണം. ആരെന്ത് പറഞ്ഞാലും നാം സ്വാഇമീങ്ങളാ, നോമ്പുകാരാ എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. നാം ഗീബത്ത് കേൾക്കുമ്പോ, നമീമത്ത് പറയപ്പെടുന്ന നേരത്ത് അതിനൊന്നും കേൾക്കാതെ തന്നെ വിട്ടുകളയണം. ഗീബത്ത് പറയൽ മാത്രമല്ലല്ലോ കുറ്റമുള്ളത്, അത് കേൾക്കുമാണ് എന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തെറ്റിലേക്കൊന്നും അടുക്കാതെ, തമ്മാടിത്തരത്തിലേക്ക് നീങ്ങാതെ, പരിശുദ്ധമായ റമളാനു ശരീഫ ഇബാദത്ത് സ്വാഇമായ നിലക്ക് നീ കടന്നുറങ്ങിയാലും നിനക്ക് കൂലിയാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നീ ഉറങ്ങുക എന്നാലും കുഴപ്പമില്ല, നീ മിണ്ടാതിരിക്കണം. നിന്റെ നാവ് പുറത്തോട്ട് വന്നാൽ അത് വലിയ അപകടകാരിയാ.
അത് വലിയ അപകടം സൃഷ്ടിക്കുന്ന സാധന. ഏതുപോലെ അതുകൊണ്ട് വലിയ നിഅമത്തും ഉപകാരവും കൂടെ ഉണ്ടാകുന്നത് പോലെ അപകടവും കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കണം. അത് നീ ശ്രദ്ധിക്കാം എന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 സാധനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ഔത്താദി എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ വലിയ അപകടകാരിയായ നാവിനെയും ഗുഹ്യത്തെ വളരെ ശിക്കേണ്ട ഒരു സമയമാണ്, സന്ദർഭമാണ്. റമളാനു ഷരീഫിന്റെ ഹുറുമത്തിനെ നാം മാനിക്കണം. അതുകൊണ്ട് റമളാനു ഷരീഫാണ് ഇതിലേക്ക് നമ്മോളം നാം ഇസ്തിഗ്ഫാർ ചൊല്ലി ഷഹാദത്ത് നാം വല്ലാതെ കേവലം വരുന്ന നിസ്കാരത്തിന്റെ ശേഷം മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാതെ കണ്ട്, കേവലം നിസ്കാരത്തിന് ശേഷം മാത്രം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്ന് പറഞ്ഞു ഒഴിവാക്കാതെ, ഇതെന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന സാധനമാ, എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാ, ഞാൻ ചോദിക്കാൻ എന്റെ ഹബീബ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വല്ലാതെ പറഞ്ഞതാ, അതുകൊണ്ട് ഞാനിത് ചോദിക്കാൻ കടമപ്പെട്ടവനാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ താല്പര്യമുള്ളവരാവണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ റമളാനു ഷരീഫിന്റെ വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സ്വാലിഹായ ദുആകളിൽ ഈ സാധുവായ വിനീതനെയും കൂടി ഉൾപ്പെടുത്തണേ എന്നുള്ള വസിയത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വിഷയങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് വന്ന് ബഹുമാനപ്പെട്ട ജാഫർ സാഹിബ് ഒന്ന് വരണേ എന്ന് പറഞ്ഞപ്പോ ഞാൻ മൈക്കെടുത്തതാണ്. അതുകൊണ്ട് വായിൽ വരുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്